ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്ളോഗാണിത്. ഇതിൽ ഞാനൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ഇത് ഞാൻ ഫ്രൈഡേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഫ്രൈഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എണീറ്റ് നേരെ വിൻഡോ ഒക്കെ തുറന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ച് ആസ്വദിച്ച് ഇനി നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചീസി സ്പാനിഷ് ഓംലെറ്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെതായ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയും ഒരു വലിയ പൊട്ടറ്റോയും ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടറ്റോയുടെയും സവാളയുടെയും ഒക്കെ തൊലി കളഞ്ഞ് അതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ സ്പാനിഷ് ഓംലെറ്റ് ഒരു ദിവസം ഞാൻ ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കരുതി ഇനി തയ്യാറാക്കുന്ന ടൈമിൽ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഫ്രൈഡേ മോർണിംഗ് അധികവും ഇവിടെ ഈ സ്പാനിഷ് ഓംലെറ്റ് തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഏതായാലും അത് തയ്യാറാക്കുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോയും സവാളയും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പൊട്ടറ്റോയും സവാളയൊക്കെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പെപ്പറും ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത പെപ്പറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പെപ്പർ പൗഡറാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എൻ്റെതായ രീതിയിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കസൂരി മേത്തി. ഇതൊരു 1/2 ടീസ്പൂൺ പോലെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കസൂരി മേത്തി ചേർത്ത് കൊടുത്തതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഈ സമയം നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പും പെപ്പറും ഒന്നും ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ആ പൊട്ടറ്റോ മിക്സിൽ ചേർത്തതുകൊണ്ട് എഗ്ഗ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ സവാള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊട്ടറ്റോ മസാല തയ്യാറാക്കി ആ സെയിം പാനിൽ തന്നെ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിൽ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി അതിൽ ഓയിൽ ഉണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഈ മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എല്ലാ ഭാഗവും സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് അവിടുന്ന് ആകുന്ന ടൈം നമുക്കിപ്പുറത്ത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, ഉൾഭാഗമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ആ ഫ്രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചൊന്ന് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അതൊന്ന് അവിടുന്ന് കുക്കാവട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചായ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ പാൽ ഉപയോഗിച്ചിട്ടുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം തന്നെ ചീസൊക്കെ മെൽട്ടായി സ്പാനിഷ് ഓംലെറ്റും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ എല്ലാം നമ്മൾ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി സ്പാനിഷ് ഓംലെറ്റും ബ്രെഡ് ടോസ്റ്റും നല്ല ചൂട് ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിത് ചൂടോടുകൂടി കഴിക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നമ്മളെന്തായാലും ഓംലെറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്.
ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതും കൂടിയാണല്ലോ, നമ്മളിതിൽ പൊട്ടറ്റോ ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.